ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് പ്ലാസ്മ മെംബ്രെയിനെ കുറിച്ചാണ്. അപ്പോൾ പ്ലാസ്മ മെംബ്രെയിൻ എന്താണ്, ആരാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ കണ്ടുപിടിച്ചതെന്നൊക്കെ നമ്മൾ ഇങ്ങനെ ഒന്ന് കണ്ടിട്ട്, പിന്നെ ആക്സെപ്റ്റഡ് മോഡൽ, പ്ലാസ്മ മെംബ്രെയിൻ്റെ മോഡൽ ആര് പ്രപ്പോസ് ചെയ്തു, ആ മോഡൽ എങ്ങനെയാണ് പറയുന്നതെന്നൊക്കെ പറയും. പിന്നെ പ്ലാസ്മ മെംബ്രെയിൻ്റെ ഫങ്ഷൻസും ഒക്കെയാണ്. ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത്. ഈ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ലിവിങ് സെൽസിൻ്റെയും ഒരു ഫീച്ചറാണ്. ജീവനുള്ള എല്ലാ സെല്ലുകൾക്കും എന്തോ ഉണ്ട്, പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്. ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്തുവാ? അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു സാധനം കിട്ടി, അപ്പോൾ അത് നമ്മളുടെ കയ്യിൽ നിന്ന് അത് ഊർന്നു പോകാതെ നമ്മൾ എന്തെങ്കിലും ഒരു പേപ്പറോ വെച്ചിട്ട് റാപ്പ് ചെയ്തിട്ട് പിടിക്കത്തില്ലേ, അതേപോലെ തന്നെ സെല്ലിൻ്റെ ഉള്ളിൽ കുറേ ഓർഗനൽസ് ഉണ്ട്. നമുക്കറിയാം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾജി, മൈറ്റോകോൺട്രിയ, അങ്ങനെ കുറേ ഓർഗനൽസ് ഉണ്ട്. അപ്പം ഇതിനെയെല്ലാം ഓരോ സെല്ലിന് അതിൻ്റേതായിട്ടുള്ള ഇൻറ്റേർണൽ ഓർഗനൽസിനെ ഇങ്ങനെ ഇൻടാക്റ്റ് ആയിട്ട് നിൽക്കാനുള്ള ഒരു ലിമിറ്റിംഗ് മെംബ്രെയിനാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഒരു ലിമിറ്റിംഗ് മെംബ്രെയിനാണ് പ്രോട്ടോപ്ലാസത്തിൻ്റെ. ഈ പ്രോട്ടോപ്ലാസം സൈറ്റോപ്ലാസം തമ്മിലുള്ള വ്യത്യാസം അറിയായിരിക്കുമല്ലോ അല്ലേ? ഇപ്പോൾ ഒരു സെല്ലെടുക്കുകയാണെങ്കിൽ സെല്ലിനകത്തുള്ള എല്ലാ ഇൻക്ലൂഷൻസിനെയും ഇൻക്ലൂഡിങ് ന്യൂക്ലിയസ്, അതിനെയാണ് പ്രോട്ടോപ്ലാസം. ഇനി സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ? സൈറ്റോപ്ലാസം ഇത് ഈ ന്യൂക്ലിയസിനെ അങ്ങ് എടുത്ത് പുറത്ത് വെച്ചിട്ട് ബാക്കി ഇതിനകത്ത് ലിക്വിഡ് പോർഷൻ എന്തുണ്ടോ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. മനസ്സിലായോ? എന്തായാലും ഇതിനെയെല്ലാം ഒരു സെല്ലിന് അതിൻ്റേതായിട്ടുള്ള ഈ പ്രോട്ടോപ്ലാസം, അതുകൊണ്ട് ഓർഗനൽസ് എന്ന് കാണിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ലിമിറ്റിംഗ് മെംബ്രെയിനാണ് എന്ത്, പ്ലാസ്മ മെംബ്രെയിൻ. അതേപോലെ തന്നെ ഇത് മെറ്റീരിയൽസിൻ്റെ ട്രാൻസ്പോർട്ടിനെ ഹെൽപ്പ് ചെയ്യും. ഇപ്പം ഒരു സെല്ല് അതിൻ്റെ അടുത്ത സെല്ല് ഇതിൻ്റെ ഇടയ്ക്ക് ചില സ്പേസ് ഉണ്ട്, എക്സ്ട്രാ സെല്ലുലാർ സ്പേസ് എന്നൊക്കെ പറയും. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചില മെറ്റീരിയൽസിൻ്റെ ട്രാൻസ്പോർട്ട് അപ്പം അതിനും ഈ പ്ലാസ്മ മെംബ്രെയിൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതൊക്കെ എങ്ങനെയാണെന്ന് നമ്മളിനി ഈ ചാപ്റ്ററിൽ കാണും. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചറിലോട്ട് വരുമ്പോൾ ഇതിനൊരു കോമൺ ജനറൽ സ്ട്രക്ചറാണ് എന്ന് പറയാൻ കാരണം, ഇപ്പം നമ്മളൊരു സെൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പുറമേ ഉള്ള ഈ മെംബ്രെയിൻ്റെ, അതായത് മനസ്സിലായി, ഈ മെംബ്രെയിൻ്റെ സ്ട്രക്ചറും അതേപോലെ സെല്ലിൻ്റെ ഉള്ളിൽ സ്ട്രക്ചേഴ്സ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആയാലും ഗോൾജി ആണെങ്കിലും അതിൻ്റെ എല്ലാം മെംബ്രെയിൻ്റെ കോമ്പോസിഷൻ സെയിം ആണ്. മനസ്സിലായോ? ഒരു കോമൺ ജനറൽ സ്ട്രക്ചർ ഉണ്ട് എന്തോത്തിന്, പ്ലാസ്മ മെംബ്രെയിൻ. അപ്പം നമ്മൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഒക്കെ എടുത്ത് അതിൽ കൂടി ഒരു പ്ലാസ്മ മെംബ്രെയിനെ നോക്കിയാൽ ഇത് എങ്ങനെ അപ്പിയർ ചെയ്യും നമുക്കറിയാം. ബൈലെയർഡ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്, 2 ലെയർ ഉണ്ട് ഈ പ്ലാസ്മ മെംബ്രെയിന്. ഒരു ഔട്ടർ ലെയറും ഒരു ഇന്നർ ലെയറും ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകാം. അപ്പം ഇതിൻ്റെ മൊത്തത്തിലുള്ള തിക്നെസ് എന്ന് പറയുന്നത് 2.5 നാനോമീറ്റർ ആണ്. അപ്പോൾ ഈ ഔട്ടർ മെംബ്രെയിനും ഇന്നർ മെംബ്രെയിൻ്റെയും ഇടയ്ക്കൊരു സ്പേസ് ഉണ്ട്. ആ സ്പേസ് എന്ന് പറയുന്നത് എത്രയാ, 3.5 നാനോമീറ്റർ തിക്കാണ്. അപ്പം ഈ 3.5 + 2.5 മൊത്തത്തിൽ നമുക്ക് എന്താ, പ്ലാസ്മ മെംബ്രെയിൻ്റെ തിക്നെസ് 8 നാനോമീറ്റർ എന്ന് പറയാം. പിടികിട്ടിയോ? ഔട്ടറും ഇന്നറും അതിൻ്റെ തിക്നെസ് 2.5, ഇതിൻ്റെ ഇടയ്ക്കുള്ള സ്പേസിൻ്റെ തിക്നെസ് 3.5. 3.5 + 2.5 8 നാനോമീറ്റർ. അപ്പോൾ പ്ലാസ്മ മെംബ്രെയിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 8 നാനോമീറ്റർ ആണ്. എത്രയാണ്? 8 നാനോമീറ്റർ ആണ് തിക്നെസ്. ഇനി നമ്മൾ സ്ട്രക്ചർ. അപ്പോൾ ഈ സ്ട്രക്ചർ, പ്ലാസ്മ മെംബ്രെയിൻ എങ്ങനെ ഇരിക്കുക എന്നൊക്കെയുള്ള ഒരു ചിന്തയും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ആദ്യം കുറേ മോഡൽസൊക്കെ പല സയൻറ്റിസ്റ്റുകളും പ്രപ്പോസ് ചെയ്യുമായിരിക്കും. അതിങ്ങനെ ആവാം എന്നൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു പാത്ത് വേ, അതിൻ്റെ ഒരു വേ ഓഫ് തിങ്കിങ്ങിന്, അതിൻ്റെ റൂട്ട് മുതൽ നമുക്ക് വരണം.
അപ്പം ആദ്യം എങ്ങനെയാണ്, അപ്പം മെനി ഡിഫറെൻറ്റ് മോഡൽസ് പ്രപ്പോസ് ചെയ്തു. ആദ്യത്തെ ഒരു ഹിൻഡ് കൊടുത്തത് പ്ലാസ്മ മെമ്പറിൻ ഇങ്ങനെയാകാം എന്ന് ഹിൻഡ് കൊടുത്ത ഏണസ്റ്റ് ഒവേർട്ടൺ ആണ് 1890. പേരൊന്ന് ശ്രദ്ധിച്ചോളൂ, ഏണസ്റ്റ് ഒവേർട്ടൺ. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, നോക്കിയപ്പോൾ കാണാം ഫാറ്റ്, അതായത് ഫാറ്റിൽ ഡിസോൾവ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ഈ പ്ലാസ്മ മെംബ്രെയിൻ വഴി കടന്നു പോകുന്നുണ്ട്. ആഹാ. അപ്പം അത് കണ്ടപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞു, ഈ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിൽ അല്ലെങ്കിൽ ലിപ്പിഡ്, എന്തോ ഒരു ഫാറ്റ് പോണക്കുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. അതുകൊണ്ടാണ് ഫാറ്റിൽ ഡിസോൾവ് ആവുന്ന സബ്സ്റ്റൻസ് ഇതിൽ കൂടി ഈസി ആയിട്ട് പോകുന്നത് എന്ന് ആര് പറഞ്ഞു? ഏണസ്റ്റ് വാട്ടർ. അത് കഴിഞ്ഞിട്ട് വന്നു, അത് കഴിഞ്ഞ് ഇത്രയും കൂടെ ഒക്കെ അതിനെക്കുറിച്ച് പഠനങ്ങളൊക്കെ നടത്തിയപ്പം ഈ ഗോട്ടർ ആൻഡ് ഗ്രണ്ടൽ അവർ പറഞ്ഞു ഈ സെൽ മെംബ്രെയിൻസിനകത്ത് ലിപ്പിഡ് ബൈലെയർ ഉണ്ട്. ലിപ്പിഡ് ബൈലെയർ എല്ലായിടത്തും നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. ഇത് മോണോ ലെയർ, അപ്പോൾ ഇങ്ങനെയുടെ വരച്ചപ്പോൾ 2 ലെയർ. ലിപ്പിഡിൻ്റെ ബൈ ലെയർ, ഇതൊരു ലെയർ, ഇത് അടുത്ത ലെയർ. സെൽ മെംബ്രെയിൻസിൽ ലിപ്പിഡ് ബൈ ലെയറായിട്ട് കാണുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ കുറേ നാളൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത്തിരിയും കൂടെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊപ്പോസൽ വന്നത് ഡാനിയലി ഡേവിസൺ എന്ന് ചേർത്ത് പറയും. അവരുടെ മോഡൽ സാൻഡ്വിച്ച് മോഡൽ ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ. സാൻഡ്വിച്ച് എന്ന് കേട്ടപ്പോൾ നമുക്കൊക്കെ സന്തോഷമുണ്ട് അല്ലേ? സാൻഡ്വിച്ച് എങ്ങനെയാണ്? നടുക്കൊരു ഫില്ലിങ്, അതിൻ്റെ മുകളിലും താഴെയും, അല്ലെങ്കിൽ 2 സൈഡിലും ഒരു കോമൺ സാധനം, അങ്ങനെയുള്ള ഒരു അപ്പിയറൻസ് ആണല്ലോ സാൻഡ്വിച്ചിന്. അപ്പം അതേപോണൊക്കെ ഒരു സ്ട്രക്ചറാണ് പ്ലാസ്മ മെംബ്രെയിന് ഉള്ളതെന്ന് ഡാനിയലി ഡേവിസൺ നമുക്കതൊന്ന് കാണാം. നോക്കിയേ, ഇവിടെ നോക്കിയേ, സാൻഡ്വിച്ച് മോഡൽ അവർ പ്രപ്പോസ് ചെയ്തത്. ഈ ലിപ്പിഡ് ഉണ്ടല്ലോ, ബൈ ലെയറായിട്ട് നടുക്ക്, നമ്മളുടെ സാൻഡ്വിച്ചൊക്കെ അകത്ത് ചിക്കനും അല്ലെങ്കിൽ മുട്ടയോ ക്യാപ്സിക്കോ ഒക്കെ ഇരിക്കുന്ന പോലെ അകത്ത് ലിപ്പിഡിൻ്റെ ബൈ ലെയർ, പുറമേ ബ്രെഡ് അല്ലേ നമ്മൾ സാൻഡ്വിച്ചിൽ വയ്ക്കുന്നത്. ഇവിടെ അതിന് പകരം എന്തോ ഒരു പ്രോട്ടീൻ്റെ ഒരു ഷീറ്റാണ്, കണ്ടിന്യൂസ് ഷീറ്റ്. അപ്പം പ്രോട്ടീൻ ലിപ്പിഡ് ബൈലെയറിനെ സാൻഡ്വിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇങ്ങനെയാണ് പ്ലാസ്മ മെംബ്രെയിൻ ഇരിക്കുന്നത് എന്ന് ആര് പറഞ്ഞു? ഡാനിയലി ഡേവിസൺ. കണ്ടോ, അവർ പറഞ്ഞേക്കുന്നതിനകത്ത് മെയിൻ ഹൈലൈറ്റ്സ് പോയിന്റ്സ് ആണ് പറയുന്നത്. പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത് ഒരു ബൈ മൊളിക്കുലാർ ലെയർ ഓഫ് ലിപ്പിഡാണ്. ബൈ മൊളിക്കുലാർ ഉണ്ടോ, ബൈ മൊളിക്കുലാർ 2. അപ്പം അതിനെ പുറമെ 2 ലേയേഴ്സ് ഓഫ് കണ്ടിന്യൂസ് ഉണ്ടോ, ഇതിൽ അത് നമ്മൾ നോട്ട് ചെയ്തതാണ്. കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോട്ടീൻ ലെയർ ഉണ്ട്. ലിപ്പിഡ് മൊളിക്യൂൾസിൻ്റെ ഓറിയൻറ്റേഷൻ എങ്ങനെയാണെന്ന് നോക്കി, ഈ പ്രോട്ടീൻ ലെയർ, ഇപ്പം പ്രോട്ടീൻ ലെയർ നമുക്ക് ഇങ്ങനെ ലൈൻ വരച്ചാൽ ലിപ്പിഡിൻ്റെ പൊസിഷൻ ഇങ്ങനല്ലേ, റൈറ്റ് ആംഗിൾ അല്ലേ? അപ്പോൾ ലിപ്പിഡ് molecules are at right angle to the protein layer. അതേപോലെ നമുക്ക് ലിപ്പിഡ്സിൻ്റെ പോളാർ എൻഡ് ഇതാണ്, ഇത് നോൺ പോളാർ എൻഡ് പുറത്തോട്ട് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നു, നോൺ പോളാർ ഉള്ളിലേക്ക് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നു. പിന്നെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, ചില ഭാഗങ്ങളിൽ ഈ പ്രോട്ടീൻ മുകളിലിരിക്കുന്നത് കൂടാതെ ഈ ലിപ്പിഡ് മെംബ്രെയിനെ സ്പാൻ ചെയ്ത് അങ്ങനെയുള്ള പ്രോട്ടീൻസ്, ഇങ്ങനെ സ്പാൻ ചെയ്തിട്ടുള്ള പ്രോട്ടീൻസും കാണപ്പെടുന്നുണ്ട്. അപ്പം ഇത്രയുമൊക്കെ കാര്യങ്ങളാണ് ഡാനിയലി ഡേവിസൺ സാൻഡ്വിച്ച് മോഡലിലൂടെ പറഞ്ഞത്. പിടികിട്ടിയല്ലോ? ഓക്കെ. അപ്പോൾ ഇനി അടുത്തത് നമ്മുടെ JD റോബർട്ട്സൺ യൂണിറ്റ് മെംബ്രെയിൻ മോഡൽ. ഇദ്ദേഹം യൂണിറ്റ് മെംബ്രെയിൻ മോഡൽ പ്രപ്പോസ് ചെയ്തു. യൂണിറ്റ് മെംബ്രെയിൻ മോഡൽ എന്ന് വിവരിക്കുമ്പോൾ നമുക്ക് ആ യൂണിറ്റ് ഒന്നേ ഉള്ളൂ, ഒരു ലെയറുണ്ട്, അങ്ങനെയൊന്നും ചിന്തിക്കല്. യൂണിറ്റ് എന്ന് ഇദ്ദേഹം ഇവിടെ ഉദ്ദേശിച്ചത് യൂണിവേഴ്സൽ എന്നാണ്. അതായത് ഈ ഡാനിയലി ഡേവിസൺ സാൻഡ്വിച്ച് മോഡൽ പ്രപ്പോസ് ചെയ്തല്ലോ, ഈ ഒരു മോഡലാണ്, തന്നെയാണ് പ്ലാസ്മ മെംബ്രെയിൻ. എവിടെയൊക്കെ പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ടോ അവിടെയെല്ലാം ഇതിൻ്റെ സ്ട്രക്ചർ എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ടാണ് ഇതിനെ യൂണിറ്റ് മെംബ്രെയിൻ മോഡൽ എന്ന് പറഞ്ഞത്. The sandwich model, it is applicable to almost all type of plasma membrane wherever present. എവിടെയൊക്കെ പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ടോ, ഏതൊക്കെ സെൽസിലുണ്ടോ
അവിടെയെല്ലാം ഈ ഒരു മോഡൽ, ഈ ഒരു സ്ട്രക്ചറാണ് പ്ലാസ്മ മെംബ്രെയിന് എന്ന് റോബർട്ട്സൺ പറഞ്ഞു. അതാണ് യൂണിറ്റ് മെംബ്രെയിൻ മോഡൽ. കണ്ടോ, സപ്പോർട്ടഡ് ദ മോഡൽ ഗിവൺ ബൈ ഡാനിയൽ ഡേവിസൺ. പറഞ്ഞു എന്താ ആപ്ലിക്കബിൾ ടു മെംബ്രെയിൻസ് ഇൻ ദ സെൽ, യൂണിവേഴ്സലി ആപ്ലിക്കബിൾ ടു ഓൾ ബയോളജിക്കൽ മെംബ്രെയിൻ ഇറസ്പെക്റ്റീവ് ഓഫ് ഫങ്ഷണൽ ഡിഫറൻസ്. ഓരോ സെല്ലും അവർ ചെയ്യുന്ന ഫങ്ഷനൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും, പക്ഷേ സ്ട്രക്ചർ ഇവർ പറയുന്നത് പോണൊക്കെ തന്നെയാണ്, സാൻഡ്വിച്ച് മോഡൽ ആണ് എന്ന് റോബർട്ട്സൺ പറഞ്ഞു. ഏത് പ്രൊപ്പോസലോടെ? യൂണിറ്റ് മെംബ്രെയിൻ മോഡൽ എന്ന ഒരു സ്ട്രക്ചറൽ എന്താണ് എക്സ്പ്ലനേഷൻ വഴി അദ്ദേഹം പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഫൈനൽ മോസ്റ്റ് അക്സെപ്റ്റബിൾ മോഡലായിട്ടുള്ള ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ വന്നത്. സോ ഇറ്റ് ഈസ് ദ അക്സെപ്റ്റബിൾ മോഡൽ. അതാണ് ആദ്യത്തെ പോയിന്റ്. അപ്പം ആരാ ഇത് പ്രപ്പോസ് ചെയ്തത്? സിംഗർ ആൻഡ് നിക്കോൾസൺ. ഇവർ രണ്ടുപേരും. അപ്പം ആ പേര് ഓർത്ത് വെച്ചോളുക, സിംഗർ ആൻഡ് നിക്കോൾസൺ. ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ പ്രപ്പോസ് ചെയ്തവർ. ഈ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡലിനെ സെൻട്രൽ ഡോഗ്മ ഓഫ് മെംബ്രെയിൻ ബയോളജി എന്നാണ് പറയുന്നത്. അപ്പം ഇത് പലരും തെറ്റിക്കുന്നതാണ്. സെൻട്രൽ ഡോഗ്മ ഓഫ് മൊളിക്കുലർ ബയോളജി എന്ന് പറയുന്ന വേറൊരു കാര്യമുണ്ട്. അതായത് DNA-യിൽ നിന്ന് RNA ഉണ്ടാവും, RNA-യിൽ നിന്ന് പ്രോട്ടീൻ. അതാണ് സെൻട്രൽ ഡോഗ്മ ഇൻ മൊളിക്കുലർ ബയോളജി. ഇത് സെൻട്രൽ ഡോഗ്മ ഓഫ് മെംബ്രെയിൻ ബയോളജിയാണ് കേട്ടോ, തെറ്റിപ്പോവല്. അതായത് മെംബ്രെയിൻസിൻ്റെ ഒക്കെ ഒരു അടിസ്ഥാനമായിട്ടുള്ള സ്ട്രക്ചർ എന്ന് പറയുന്നത് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡലാണ്. അതുകൊണ്ടാണ് ഈ മോഡലിനെ സെൻട്രൽ ഡോഗ്മ ഓഫ് മെംബ്രെയിൻ ബയോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ഡൈനാമിക് സ്ട്രക്ചറായിട്ടാണ് പറയുന്നത്. ഡൈനാമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെപ്പോഴും മൂവ്മെൻ്റ് ഉള്ള ഒരു സ്ട്രക്ചറാണ് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ എന്ന് പറഞ്ഞാൽ. കണ്ടോ, ഇതിനകത്തൊരു ലിപ്പിഡ് ബൈലെയർ, ഇത് ഒരു ലിപ്പിഡിൻ്റെ ലെയർ, ഇത് അടുത്ത ലിപ്പിഡിൻ്റെ ലെയർ. അതുകൊണ്ടാണ് ലിപ്പിഡ് ബൈലെയർ. ഇതൊരു ഫ്ലൂയിഡ് സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. ഇത് ഫേമായിട്ട് ഫിക്സ്ഡ് ആയിട്ട് അങ്ങനെയൊന്നുമല്ല, ഒരു ഫ്ലൂയിഡ് സ്റ്റേറ്റ്, ഒരു ഫ്ലൂയിഡ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞപ്പോൾ അതിന് ഒഴുകാൻ പറ്റത്തില്ലേ, അതേപോലെ തന്നെ ഒരു ഫ്ലൂയിഡി കൺസിസ്റ്റൻസി ആയതുകൊണ്ട് ഇൻഡിവിഡ്വൽ ലിപ്പിഡ് മൊളിക്യൂൾസിന് ഇങ്ങനെ ഈ ഒരു ലെയറിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തുകൊണ്ടിരിക്കാം. അതുകൊണ്ട് ഇതിൻ്റെ കോമ്പോസിഷൻ എപ്പോഴും വേരി ചെയ്തുകൊണ്ടിരിക്കും. കോമ്പോസിഷൻ കണ്ടോ, ഇവിടെ ഇരിക്കുന്ന ലിപ്പിഡ് കുറച്ച് കഴിയുമ്പോൾ ഇവിടെ ആയിരിക്കും ഇരിക്കുന്നത്, മനസ്സിലായി? അപ്പം ഇതിന് മൂവ് ചെയ്യാൻ പറ്റും ലെയറിൽ കൂടെ. ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്യാനും ഒക്കെ പറ്റും. എന്തായാലും ഒരു ലിപ്പിഡ് ബൈലെയർ ഉണ്ട് ഇവിടെ. അതിൻ്റെ അവിടെ പ്രോട്ടീൻസിനെ കാണാൻ പറ്റും. എങ്ങനെയൊക്കെയാണ്? മൊസൈക്ക് പോണക്ക് അവിടെ ഇവിടെ ഇങ്ങനെ വാരി ഇങ്ങനെ ഇട്ടിരിക്കുന്നതും, മൊസൈക്ക് നമ്മുടെ പണ്ടൊക്കെ ഉള്ള മൊസൈക്ക് തറയില്ലേ, അതിൽ ചിപ്സ് ഇങ്ങനെ വാരി ഇട്ടേക്കുന്ന അതേപോലെ പ്രോട്ടീൻസ് ഇങ്ങനെ മൊസൈക്ക് പോണക്കും കാണാം. അതേപോലെ തന്നെ ഈ ലിപ്പിഡ് ബൈലെയറിനെ സ്പാൻ ചെയ്തും കാണാം, പെനിട്രേറ്റ് ചെയ്തും കാണാം. ഇത്രയേ ഉള്ളൂ ഈ മോഡൽ പറയുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽസ്, ഇതിനകത്ത് ലിപ്പിഡ്സ് എന്തൊക്കെ ടൈപ്പ് കാണും, പ്രോട്ടീൻസ് എന്തൊക്കെ ടൈപ്പ് കാണും, പിന്നെ ഇതിൻ്റെ ഈ പ്രോട്ടീനോടൊക്കെ അല്ലെങ്കിൽ ലിപ്പിഡിനോടും അറ്റാച്ച് ചെയ്ത് കാർബോഹൈഡ്രേറ്റും കാണും. അപ്പോൾ എന്തൊക്കെയാണ് ലിപ്പിഡ് ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കണം. അത് essay ആയിട്ടൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയാൽ മതി. ഇപ്പോൾ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ ചോദിക്കുകയാണെങ്കിൽ ഇത്രയും പോയിന്റ്സ് പറയുക, ഈ സയൻറ്റിസ്റ്റിൻ്റെ പേര് പറയുക, ഇതിൻ്റെ ഒരു പിക്ചർ വരച്ച് വയ്ക്കുക. ഓക്കെ. പിന്നെ ഒരു essay ഒക്കെ ആയിട്ട് വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ മോഡൽ പറയണം. ലിപ്പിഡ്സ്, പ്ലാസ്മ മെംബ്രെയിനിൽ കാണുന്ന ലിപ്പിഡ്സ് ഏതൊക്കെ ടൈപ്പ്, പ്രോട്ടീൻസ് ഏതൊക്കെ ടൈപ്പ്, കാർബോഹൈഡ്രേറ്റ്സിനെ കുറിച്ചും ഒക്കെ എഴുതുമ്പം essay ആവും. ഓക്കെ. അപ്പോൾ എന്തായാലും ഇതാണ് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ. സിംഗർ നിക്കോൾസനെ മറക്കരുത് കേട്ടോ. ഇനി നമ്മൾ ആ ലിപ്പിഡ് ബൈലെയറിൻ്റെ കാര്യം പറഞ്ഞു വരാൻ പോവുകയാണ്. നോക്കൂ, അതിൻ്റെ തിക്നെസ് എത്രയാണ്? 100 ആംസ്ട്രോങ് ആണ് തിക്നെസ്. അതിൻ്റെ ലിപ്പിഡ്, അപ്പോൾ ഒരു പ്ലാസ്മ മെംബ്രെയിൻ എടുത്തു കഴിഞ്ഞാൽ, ഒരു സെല്ലിൻ്റെ പ്ലാസ്മ മെംബ്രെയിൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മാസ് ഉണ്ടല്ലോ, ആ മാസിൻ്റെ 50% ഈ ലിപ്പിഡ് ബൈലെയറാണ് കേട്ടോ. ഇനി അതിൻ്റെ മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡബിൾ ലെയർ, അതായത് ബൈലെയറാണ്. അതിനകത്താണ് പല പ്രോട്ടീൻസും എംബഡ് ചെയ്തിരിക്കുന്നത്. അപ്പം കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡബിൾ ലെയറാണ്, അതിനകത്താണ് പ്രോട്ടീൻസ് എംബഡ് ചെയ്തിരിക്കുന്നത്.
ഇത് ആംഫിപത്തിക് ആണ്. ആംഫിപത്തിക് ആണ് ഈ ലിപ്പിഡ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഇതിനൊരു പോളാർ എൻഡും നോൺ പോളാർ എൻഡും ഉണ്ട്. വാട്ടർ ലവിങ് ആൻഡ് വാട്ടർ ഹേറ്റിംഗ് എൻഡ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും ഉള്ള ഒരു സ്ട്രക്ചർ ആയതുകൊണ്ട് അതിന് ആംഫിപത്തിക്. അപ്പോൾ പേര് ശ്രദ്ധിച്ചു, ആംഫിപത്തിക് എന്ന് പറയുമ്പോഴത്തേക്ക് പോളാർ എൻഡും നോൺ പോളാർ എൻഡും ഉള്ള ഒരു കോമ്പൗണ്ടിനാണ് ആംഫിപത്തിക് എന്ന് പറയുന്നത്. ഇനി കോമ്പോസിഷൻ നോക്കുവാണെങ്കിൽ രണ്ട് ഇത് ഒരു മോണോ ലെയർ, ഇത് അടുത്ത മോണോ ലെയർ. ഇവിടെ ഉള്ള ലിപ്പിഡ്സ് പോലെ ആയിരിക്കത്തില്ല ഇവിടെ ഉള്ള ലിപ്പിഡ്സ്. 2 മോണോ ലെയറിലെയും കോമ്പോസിഷൻ ഡിഫറെൻ്റ് ആണ്. ഫങ്ഷനും പിന്നെ വ്യത്യാസമുണ്ട്. ഫങ്ഷൻ ഓരോന്നിനും പ്രത്യേക തരമുണ്ട്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കും. ഇനി ലിപ്പിൻ്റെ ടൈപ്സ്. ഇപ്പം നമ്മൾ സിമ്പിളായിട്ട് എന്തേ മനസ്സിലാക്കിയിട്ടുള്ളൂ, ബൈ ലെയർ ആയിട്ട് ലിപ്പിഡ് ഉണ്ട്, ഒരു കണ്ടിന്യൂസ് പിന്നെ ഒരു ഫ്ലൂയിഡി കൺസിസ്റ്റൻസിയിൽ. അപ്പോൾ ആ ലിപ്പിഡ് ബൈ ലെയറിൽ ഏതൊക്കെ ടൈപ്പ് ലിപ്പിഡ്സ് ഉണ്ടാകും? ഫോസ്ഫോലിപ്പിഡ്സ് കാണും, കൊളസ്ട്രോൾ കാണും, ഗ്ലൈക്കോലിപ്പിഡ്സ് കാണും. അപ്പോൾ ഇത് മൂന്നുമാണ് മെയിൻ ആയിട്ടുള്ള ലിപ്പിഡ്സ് ഈ ലിപ്പിഡ് ബൈ ലെയറിലുള്ളത്. ഓക്കെ. അപ്പോൾ ഫോസ്ഫോലിപ്പിഡ്സ്, ഇതിനെ നമുക്ക് ഫോസ്ഫോഗ്ലിസറൈഡ്സ് എന്ന് വേറൊരു പേരുണ്ട്. അപ്പോൾ ഫോസ്ഫോലിപ്പിഡ്സിൻ്റെ ഒരു സ്ട്രക്ചറാണ്, സിംബോളിക് സ്കീമാറ്റിക് സ്ട്രക്ചറാണ് വരച്ച് വെച്ചേക്കുന്നത്. അപ്പം ഇതിനകത്ത് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു തരാം പോയിൻ്റായിട്ട്. 3 കമ്പോണൻസ് ആണ് ഒരു ഫോസ്ഫോലിപ്പിഡിനകത്തുള്ളത്. എന്തൊക്കെയാണെന്ന് നോക്കി. ഒരു 3 കാർബൺ ബാക്ക് ബോൺ ഓഫ് ഗ്ലിസറോൾ. ഒരു ഗ്ലിസറോൾ ഉണ്ട്. ഗ്ലിസറോൾ എന്ന് പറഞ്ഞാൽ ഒരു 3 കാർബൺ കോമ്പൗണ്ടാണ്, 3 കാർബൺ ഉള്ള കോമ്പൗണ്ടാണ്. ഇതേ നോക്കി, 1 2 3 കാർബൺ കോമ്പൗണ്ട്, അതാണ് ഗ്ലിസറോൾ. ഉണ്ടോ? ഗ്ലിസറോൾ. പിന്നെ അതിൻ്റെ കൂടെ എന്തുണ്ട്? 2 ഫാറ്റി ആസിഡ് ചെയിൻ. ഇത് രണ്ടുമാണ് ഫാറ്റി ആസിഡ് ചെയിൻ. പിന്നെ ഒരു ഫോസ്ഫോറിക് ആസിഡ്. ഇത്രയും കൂടെ ചേരുമ്പോൾ നമ്മുടെ ആരാവും? ഫോസ്ഫോലിപ്പിഡ്സ് അല്ലെങ്കിൽ ഫോസ്ഫോ ഗ്ലിസറൈഡ്സ്. ഫോസ്ഫേറ്റും ഗ്ലിസറൈഡ്സും ഉള്ളതുകൊണ്ട് അതിനെ ഫോസ്ഫോ ഗ്ലിസറൈഡ്സ് എന്നും പറയും. ഓക്കെ. അപ്പം ഇതിനകത്ത് ഈ ഗ്ലിസറോളും ഫോസ്ഫേറ്റും വരുന്നതിനെ നമ്മൾ ഹെഡ് എന്ന് പറയും. ഇതാണ് പോളാറായിട്ടുള്ള എൻഡ്, വാട്ടർ ലവിങ്. ഇനി ടെയിൽ ഗ്രൂപ്പ് ഫാറ്റി ആസിഡ് വരുമ്പോൾ, അത് നമുക്കറിയാം ഫാറ്റി ആസിഡ് എന്ന് പറയുമ്പോൾ തന്നെ വാട്ടർ ഹീറ്റിംഗ് ആണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഫാറ്റി ആസിഡ് വരുന്ന ആ എൻഡാണ് ഹൈഡ്രോഫോബിക് ടെയിൽ, നോൺ പോളാർ എൻഡ്. ഈ 2 ഫാറ്റി ആസിഡ് ഉള്ളതിൽ പ്രത്യേകം ഒന്ന് മടങ്ങിയിരിക്കുന്നുണ്ടോ? ഒരെണ്ണം സ്ട്രെയിറ്റ് ആണ്, ഒരെണ്ണം മടങ്ങിയിരിപ്പുണ്ട് അല്ലേ? ഇതിനകത്ത് ഡബിൾ ബോണ്ടേ നമുക്ക് കാണാൻ പറ്റുന്നില്ല, പക്ഷെ ഇവിടെ ഒരെണ്ണം ഡബിൾ ബോണ്ട് ഉണ്ട്. അപ്പോൾ അതിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇങ്ങനെ ഡബിൾ ബോണ്ട് വരുമ്പോഴാണ് ഇതിങ്ങനെ ഒരു ബെൻഡ് വരുന്നത്. ഈ ബെൻഡിങ് ഉള്ളത് കൊണ്ടാണ് ആ ലിപ്പിഡ് ബൈ ലെയറിന് ഒരു ഫേംനെസ്സിന് പകരം ഒരു ഇത്തിരി ഫ്ലൂയിഡ് നേച്ചർ കിട്ടുന്നത്. അപ്പം അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ഉണ്ടായിരിക്കണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എത്രയും അൺസാച്ചുറേഷൻ വരുന്നോ അത്രയും ഫ്ലൂയിഡി ഒരു കൺസിസ്റ്റൻസി ആവും ലിപ്പിഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഫോസ്ഫോലിപ്പിഡ്സ് ആണെങ്കിൽ ഇതിൽ ഗ്ലിസറോൾ ഉണ്ടായിരിക്കും, ഫോസ്ഫേറ്റ് ഉണ്ടായിരിക്കും, 2 ഫാറ്റി ആസിഡ് ചെയിൻസ് ഉണ്ടായിരിക്കും. അതിൽ ഒരെണ്ണം അൺസാച്ചുറേറ്റഡും 1 സാച്ചുറേറ്റഡും ആയിരിക്കും. ഇനി ഈ ഫോസ്ഫോലിപ്പിഡ്സിൽ തന്നെ നമ്മൾ പല ടൈപ്പ് ഉണ്ട്. 4 മേജർ, അതിൽ 4 എണ്ണത്തിൻ്റെ പേര് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ലിപ്പിഡ്സ് മെയിനായിട്ട് 3 ടൈപ്പ് ഉണ്ട്. അതിൽ ഫോസ്ഫോലിപ്പിഡ് ഒരെണ്ണമാണ്, അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഈ ഫോസ്ഫോലിപ്പിഡ്സ് തന്നെ പല ടൈപ്പ് ഉണ്ട്. 4 എണ്ണം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഏതൊക്കെയാന്ന് നോക്കി. ഫോസ്ഫാറ്റിഡൈൽ കൊളൈൻ, സ്ഫിങ്കോമൈലിൻ, ഫോസ്ഫാറ്റിഡൈൽ സെറീൻ ആൻഡ് ഫോസ്ഫാറ്റിഡൈൽ എത്തനോൾ അമീൻ. അപ്പോൾ ഈ പേരൊക്കെ ഒന്ന് ബൈഹേർട്ട് ചെയ്ത് വെച്ചിരിക്കുക. അപ്പം നിങ്ങളിവിടെ ഇതിൻ്റെ സ്ട്രക്ചറോ കാര്യങ്ങളോ ഒന്നും ഇവിടെ നിങ്ങൾ പഠിക്കേണ്ട. PGക്കൊക്കെ പോവുകയാണെങ്കിൽ ഇതൊക്കെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഈ രണ്ടാമത്തെ ലിപ്പിഡായിട്ടുള്ള കൊളസ്ട്രോൾ. അപ്പം ലിപ്പിഡ് 3 ടൈപ്പ്, ഫോസ്ഫോലിപ്പിഡ്, കൊളസ്ട്രോൾ, ഗ്ലൈക്കോലിപ്പിഡ്. അതിൽ ഇനി രണ്ടാമത്തെ പറയുവാണ് കൊളസ്ട്രോൾ.
അനിമൽ സെൽസിൽ 50% ലിപ്പിഡും എന്തുമായിരിക്കും? കൊളസ്ട്രോൾ ആണ്. ഫ്ലൂയിഡി ആ ഫ്ലൂയിഡിറ്റി കൊടുക്കുന്നതിന് ഇമ്പോർട്ടൻസ് ഉണ്ട് കൊളസ്ട്രോൾ. പ്ലാന്റ് സെൽസിലും ബാക്ടീരിയൽ സെൽസിനും എന്തില്ല? കൊളസ്ട്രോൾ ഇല്ല. ഈ കൊളസ്ട്രോളിൻ്റെ സ്ട്രക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിനും ഒരു ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള ഹെഡ് ഉണ്ട്. അതേപോണക്ക് തന്നെ ഹൈഡ്രോഫോബിക് എന്ന് പറയും. ഈ പച്ച കളറിൽ പൊട്ടിയിരിക്കുന്ന മൊത്തം ഹൈഡ്രോഫോബിക് ആണ്. അപ്പം ഈ ഹൈഡ്രോഫോബിക് ടെയിലുണ്ടല്ലോ, അത് ലിപ്പിഡ് ബൈലെയറിൽ ഇങ്ങനെ എംബഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. എന്നിട്ട് ഈ ഹെഡ് പോർഷൻ മാത്രം വെളിയിലോട്ട് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്തേക്കും. അപ്പോൾ ഇതിപ്പോൾ ലിപ്പിഡ് ബൈലെയർ ആണെങ്കിൽ ഈ കൊളസ്ട്രോളിൻ്റെ ഹെഡ് മുകളിലേക്കും ബാക്കി പോർഷൻ പിന്നെ എന്തിട്ട് ലിപ്പിഡ് ബൈലെയറിൽ എംബഡ് ചെയ്ത് കാണും. ഇത് ഈ കൊളസ്ട്രോൾ ഈവൻലി വെച്ച് കഴിഞ്ഞാൽ റാൻഡമായിട്ടൊന്നുമല്ല, ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് ഈ രണ്ട് മോണോലെയേഴ്സിലായിട്ട്. ലിപ്പിഡിൻ്റെ മോണോലെയർ ഉണ്ടല്ലോ, അതിൽ ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് കൊളസ്ട്രോൾ. ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. ഇത് ഫ്ലൂയിഡിറ്റി കൊടുക്കും അല്ലേ? അപ്പം ആ ലിപ്പിഡ് ബൈലെയർ ഒരുപാട് റിജിഡ് ആവാതെയും ഒരുപാട് ഫ്ലൂയിഡ് ആവാതെയും അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി, ഒരു സ്റ്റെബിലിറ്റി, ആ ഫ്ലൂയിഡിക് കണ്ടീഷനൊരു സ്റ്റെബിലിറ്റി ഒക്കെ കൊടുക്കാൻ കൊളസ്ട്രോൾ അത്യാവശ്യമാണ്. അപ്പോൾ കൊളസ്ട്രോൾ അത്രയൊരു ബാഡായിട്ടുള്ളൊരു കാര്യം അല്ല. ഓക്കെ, കൊളസ്ട്രോൾ നമുക്ക് വേണം. ഇനിയാണ് ഏറ്റവും ലാസ്റ്റ് ലിപ്പിഡ് ഗ്ലൈക്കോലിപ്പിഡ്സ്. ഗ്ലൈക്കോലിപ്പിഡ്സ് എന്ന് പറയുമ്പോൾ ഗ്ലൈക്കോ എന്ന് പറയുമ്പോൾ കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ് നമുക്കറിയാം. അപ്പം കാർബോഹൈഡ്രേറ്റും ലിപ്പിഡ് കൂടെ ചേർന്നിട്ടുള്ളതാണ് ഗ്ലൈക്കോലിപ്പിഡ്സ്. ഈ ഗ്ലൈക്കോലിപ്പിഡ്സ് എവിടുത്തെ മെംബ്രെയിനിലാണ് കൂടുതൽ? നെർവസ് സിസ്റ്റത്തിൽ, നെർവ്സിൻ്റെ പ്ലാസ്മ മെംബ്രെയിനിലാണ് കൂടുതൽ ഗ്ലൈക്കോലിപ്പിഡ്സ് വരുന്നത്. അപ്പം അത്രയുമായപ്പോൾ അവിടെ കാര്യം നമ്മൾ ലിപ്പിഡ്സ് എല്ലാം കഴിഞ്ഞു. അപ്പം പ്ലാസ്മ മെംബ്രെയിൻ്റെ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ പറയാം. അതിലെ ലിപ്പിഡിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഏതൊക്കെയാണെന്ന് കണ്ടു. ഇനി പ്രോട്ടീൻസ് ആണ് പ്ലാസ്മ മെംബ്രെയിനിൽ കാണുന്ന പ്രോട്ടീൻസിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. അപ്പം പ്രോട്ടീൻ കണ്ടൻറ്റ് പല ടൈപ്പ് മെംബ്രെയിന് പലതായിരിക്കും. നെർവ് സെൽസിലെ മൈലിനേറ്റഡ് നെർവ് സെൽസ്, മൈലിൻ ഷീത്തുള്ള നെർവ് സെൽസിൽ എത്ര വരും? 18% വരും. പക്ഷേങ്കിൽ മൈറ്റോകോൺട്രിയയുടെ ഇന്നർ മെംബ്രെയിനിൽ ഏറ്റവും കൂടുതൽ അവിടെയാണ് കാണപ്പെടുന്നത്, 75%. കാരണം മൈറ്റോകോൺട്രിയയുടെ ഇന്നർ മെംബ്രെയിനിൽ കുറേ ഫോൾഡിങ്സ്, നിങ്ങൾ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ, ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ ഒക്കെ പഠിച്ചിട്ടുള്ളപ്പം കണ്ടായിരിക്കും. ഈ മൈറ്റോകോൺട്രിയയുടെ ഇന്നർ മെംബ്രെയിനിൽ കുറേ പ്രോട്ടീൻ കോംപ്ലക്സസ് ഒക്കെ ഉണ്ട് അല്ലേ, ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ. അപ്പം അതുകൊണ്ടൊക്കെ ഇന്നർ മെംബ്രെയിനിൽ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ കണ്ടന്റ് ഉണ്ട്, 75%. അപ്പം ജനറലി 50% എന്ന് നമുക്ക് ഒരു ആവറേജ് മൊത്തത്തിൽ. ലിപ്പിഡ് പറഞ്ഞില്ലേ, ഒരു സെല്ലിൻ്റെ മെംബ്രെയിൻ്റെ മാസിൽ 50% ലിപ്പിഡ്, അതുകൊണ്ട് ബാക്കി 50% പ്രോട്ടീൻ ആണെന്ന് നമുക്ക് പറയാം. ടൈപ്സ്: ട്രാൻസ് മെംബ്രെയിൻ പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മെംബ്രെയിനെ മൊത്തത്തിൽ ഇങ്ങനെ സ്പാൻ ചെയ്തിട്ടുള്ള പ്രോട്ടീൻ. അതിൻ്റെ പിക്ചറാണ് ഈ കാണുന്നത്. ട്രാൻസ് മെംബ്രെയിൻ പ്രോട്ടീൻസ് തൊട്ട് പെരിഫറൽ പ്രോട്ടീൻ എന്ന് പറയുമ്പോഴത്തേക്ക് പെരിഫറിയിൽ മാത്രം കാണുന്നത്. ലിപ്പിഡ് ആങ്കേർഡ് പ്രോട്ടീൻസ് ഉണ്ട്, ലിപ്പിഡിൽ ആങ്കർ ചെയ്തിട്ടുള്ള പ്രോട്ടീൻസ്. അപ്പം അങ്ങനെ 3 ഡിഫറെൻറ്റ് ടൈപ്സ് ആണ് പ്രോട്ടീൻസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോട്ടീൻസ് ദാറ്റ് വി ക്യാൻ സീ ഓൺ ദി പ്ലാസ്മ മെംബ്രെയിൻ. അപ്പോൾ അതിൽ ഓരോന്നിനെയും കുറിച്ച് നമ്മൾ പറയാൻ പോവുകയാണ്. ഫസ്റ്റ് ട്രാൻസ് മെംബ്രെയിൻ പ്രോട്ടീൻ, ഈ ടൈപ്പ് പ്രോട്ടീൻ. അതിന് വേറൊരു പേരും പറയുന്നുണ്ട്, ഇൻട്രിൻസിക് പ്രോട്ടീൻസ് ഓർ ഇൻ്റഗ്രൽ പ്രോട്ടീൻസ് എന്നും പറയും. അപ്പോൾ ഈ ഇൻട്രിൻസിക് പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ട്രാൻസ് മെംബ്രെയിൻ പ്രോട്ടീൻ ആണ്, ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാലും ട്രാൻസ് മെംബ്രെയിൻ ആണ്. കണ്ടോ, ഇത് സ്പാൻ ചെയ്യും ലിപ്പിഡ് ബൈലെയർ. അപ്പോൾ ഒരു പ്രാവശ്യമാണ് സ്പാൻ ചെയ്യുന്നത്. ഈ പ്രോട്ടീൻ നോക്കിയാൽ 3 പ്രാവശ്യം, അങ്ങനെ അതിൽ കൂടുതൽ സ്പാൻ ചെയ്യുന്ന പ്രോട്ടീൻസും കാണും. അപ്പം ഈ സ്പാൻ ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ചിലപ്പോൾ ആൽഫ ഹെലിക്സ് ആയിരിക്കും, അല്ലെങ്കിൽ ബീറ്റ ഹെലിക്സ് ആയിരിക്കും. ഈ ട്രാൻസ്മെംബ്രെയിൻ പ്രോട്ടീനും ആംഫിപത്തിക് ആണ്. ആംഫിപത്തിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നേരത്തെ ഞാൻ ഒരു സ്ലൈഡിൽ പറഞ്ഞായിരുന്നു, ഹൈഡ്രോഫോബിക്കും ഹൈഡ്രോഫിലിക് എൻഡ് ഉള്ളതുകൊണ്ട്.
അപ്പം ഈ ഹൈഡ്രോഫോബിക് റീജിയൻ എവിടെ കാണും? ഹൈഡ്രോഫോബിക് റീജിയൻ ഈ ലിപ്പിഡ് മെമ്പറൈൻ്റെ ഉള്ളിൽ കാണുന്ന പോർഷൻ ആയിരിക്കും. പിന്നെ ഹൈഡ്രോഫിലിക് എന്ന് പറയുന്നത് പുറത്തോട്ട് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന പോർഷൻ ഹൈഡ്രോഫിലിക് വരും രണ്ട് എൻഡിൽ. ഓക്കെ. ഇനി പെരിഫറൽ പ്രോട്ടീൻ, എക്സ്ട്രിൻസിക് പ്രോട്ടീൻ കണ്ട് ഇവിടെ കാണാം. പെരിഫറിയിൽ നിൽക്കുന്നതാണ് എക്സ്ട്രിൻസിക് പ്രോട്ടീൻ, ലൊക്കേറ്റ് ഓൺ ദ സർഫസ് ഓഫ് ദി ലിപ്പിഡ് ബൈലെയർ. ലിപ്പിഡ് ബൈലെയർ അതിൻ്റെ സർഫസിൽ കാണും. അപ്പം ഇത് ലിപ്പിഡും ഈ പ്രോട്ടീനും തമ്മിൽ കണക്ട് ചെയ്യുന്നത് പിന്നെ മീൻസ് അല്ലെങ്കിൽ ഈ പെരിഫറൽ പ്രോട്ടീൻ ഈ പ്ലാസ്മ മെംബ്രെയിനോട് കണക്ട് ചെയ്യുന്നത് ഒന്നുകിൽ ലിപ്പിഡ് വഴിയായിരിക്കും. മനസ്സിലായി? ഇത് ലിപ്പിഡ്. അതും അല്ലെങ്കിൽ ഒളിഗോസാക്രൈഡ് വഴിയായിട്ടായിരിക്കും. ഒളിഗോസാക്രൈഡ് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? ഒരു അബൌട്ട് 9 മോണോസാക്രൈഡ് യൂണിറ്റ്സ് ചേരുന്നതായിരിക്കും ഒളിഗോസാക്രൈഡ്. അങ്ങനത്തെ ഒരു കോമ്പൗണ്ട് വച്ചിട്ട് ആയിരിക്കും ഈ പ്രോട്ടീൻ പ്ലാസ്മ മെംബ്രെയിനുമായിട്ട് കണക്ട് ചെയ്യപ്പെടുന്നത്. ഇനി ഏറ്റവും മൂന്നാമത്തെ ടൈപ്പ് വരുവാണ് ലിപ്പിഡ് ആങ്കേർഡ് പ്രോട്ടീൻ. ലിപ്പിഡ് ആങ്കേർഡ് പ്രോട്ടീൻ എന്ന് പറയുന്നത് നോക്കി, ഈ സൈഡിലും വരാം അപ്പർ സൈഡിലും വരാം. ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ദ ലിപ്പിഡ് ബൈലെയർ. ലിപ്പിഡ് ബൈലെയറിൻ്റെ ഔട്ട്സൈഡിലാണ്. ഓൺ എയ്തർ സൈഡ്, എവിടെയും കാണാം ഇവിടെയും കാണാം. ലിപ്പിഡ് ആങ്കേർഡ് പ്രോട്ടീൻ. ഇത് ഇത്തിരി സ്ട്രോങ് ആയിട്ട് ബൈൻഡ് ചെയ്തിട്ട് ഇരിക്കുന്ന പ്രോട്ടീനാണ്. ഇച്ചിരി ഫേമായിട്ട് ലിപ്പിഡ് ബൈലെയറുമായിട്ട് അറ്റാച്ച് ചെയ്ത് കാണപ്പെടുന്ന പ്രോട്ടീനാണ്. കോവാലൻ്റ്ലി ലിങ്ക്ഡ് ടു ദി ലിപ്പിഡ് ബൈലെയർ. ഏത്? ലിപ്പിഡ് ആങ്കേർഡ് പ്രോട്ടീൻസ്. ഇനി നമ്മൾ കാർബോഹൈഡ്രേറ്റിൻ്റെ കാര്യം പറയുക. ഇപ്പം പ്ലാസ്മ മെംബ്രെയിനിൽ ലിപ്പിഡ് കാണുന്നുണ്ട്, പ്രോട്ടീൻ്റെ കാര്യം പറഞ്ഞു, കാർബോഹൈഡ്രേറ്റ്. അപ്പം പ്ലാസ്മ മെംബ്രെയിനിലുള്ള കാർബോഹൈഡ്രേറ്റിന് നമ്മളൊരു പേരൂടെ പറയും, ഗ്ലൈക്കോ കാലിക്സ് അല്ലെങ്കിൽ സെൽ കോഡ്. അങ്ങനെയും പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പം സെൽ മെംബ്രെയിനിൽ പ്രോട്ടീനിനോ അല്ലെ ലിപ്പിഡോ ആയിട്ടോ അറ്റാച്ച് ചെയ്ത് കാണപ്പെടുന്ന കാർബോഹൈഡ്രേറ്റിനെയാണ് ഗ്ലൈക്കോ കാലിക്സ്. മനസ്സിലായോ? അപ്പം ഇതിപ്പം നമ്മുടെ പ്ലാസ്മ മെംബ്രെയിൻ, ഇത് ലിപ്പിഡ് അല്ലേ, ഇത് പ്രോട്ടീൻ ഉണ്ടോ. ഇപ്പോൾ ഒന്നുകിൽ ഈ പ്രോട്ടീനുമായിട്ട് അറ്റാച്ച് ചെയ്ത് കാണപ്പെടും, അല്ലെങ്കിൽ ഈ ലിപ്പിഡുമായിട്ട് അറ്റാച്ച് ചെയ്ത് കാണപ്പെടും. എന്തോന്ന്? കാർബോഹൈഡ്രേറ്റ്സ്. അങ്ങനെ കാണുന്ന കാർബോഹൈഡ്രേറ്റ്സിന് പറയുന്ന പേരാണ് സെൽ കോട്ട് അല്ലെങ്കിൽ ഗ്ലൈക്കോ കാലിക്സ്. ഒരിക്കലും ഗ്ലൈക്കോ കാലിക്സ് അല്ലെങ്കിൽ സെൽ കോട്ട് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ, കോട്ട് നമ്മളെപ്പോഴും പുറത്തല്ലേ ഇടുന്നേ. അതുകൊണ്ട് ഇതൊരിക്കലും ഇന്നർ സൈഡിൽ കാണുകയേ ഇല്ല. അപ്പോൾ ഈ ഗ്ലൈക്കോ കാലിക്സ് അല്ലെങ്കിൽ സെൽ കോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒളിഗോസാക്രൈഡ്സ് ആയിരിക്കും. 15-ൽ താഴെ ഷുഗർ യൂണിറ്റ്സേ കാണുള്ളൂ. ഒളിഗോസാക്രൈഡ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം, മോണോസാക്രൈഡുകൾ ചേരുന്നതാണ് ഒളിഗോസാക്രൈഡ്. ഒരു 10-ൽ കൂടുതൽ, ഇതിപ്പോൾ ഇവിടെ റഫായിട്ട് 15 എന്ന് പറഞ്ഞേക്കാണ്, 10 അതിന് മുകളിൽ എന്താണ് മോണോസാക്രൈഡ് യൂണിറ്റ്സുകൾ വരുന്നതിന് പോളിസാക്രൈഡ്സ് എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ പോളിസാക്രൈഡ്സിൻ്റെ അത്രയും മോണോസാക്രൈഡ് യൂണിറ്റ്സ് ഇല്ല. അങ്ങനത്തെ ഒളിഗോസാക്രൈഡുകളാണ് ഈ സെൽ കോട്ട് അല്ലെങ്കിൽ ഗ്ലൈക്കോ കാലിക്സ് എന്ന് പറയുന്നത്. അതിനകത്തെ ഓരോ മോണോസാക്രൈഡ് യൂണിറ്റ്സും, മനസ്സിലായി? ഈ ഒളിഗോസാക്രൈഡ് എന്ന് പറഞ്ഞാൽ മോണോസാക്രൈഡ് യൂണിറ്റുകൾ ചേർന്നതാണ്. അതിനകത്തെ ഓരോ ഷുഗർ സീക്വൻസസും വേരി ചെയ്യും. അപ്പം ഒരു സെൽ കോട്ടിനകത്തുള്ള ഷുഗർ യൂണിറ്റ്സ് ആയിരിക്കത്തില്ല വേറൊരെണ്ണത്തിനകത്ത് ഉള്ളത്. പ്രൊപ്പോർഷൻ പറയുകയാണെങ്കിൽ സെല്ലിൻ്റെ ടൈപ്പ് അനുസരിച്ച്, സ്പീഷീസ് അനുസരിച്ച് വ്യത്യാസപ്പെടും. 2 to 10%. ഇനി ഗ്ലൈക്കോ പ്രോട്ടീൻസ് എന്ന് പറയുമ്പം പേരിനെ ഒന്ന് മുറിച്ചേ. ഗ്ലൈക്കോ എന്ന് പറയുമ്പോൾ കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ. സോറി, ഗ്ലൈക്കോ പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ ഇതിനെ മുറിക്കുക. പറഞ്ഞപ്പോൾ അങ്ങ് ചേർന്നായിപ്പോയി. ഗ്ലൈക്കോ എന്ന് പറയുമ്പോൾ കാർബോഹൈഡ്രേറ്റ്, ഒരു പ്ലസ് കൊടുക്കുക, പ്രോട്ടീൻ. അപ്പോൾ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും. അപ്പോൾ മനസ്സിലാക്കാം, ഇതിൽ പ്രോട്ടീനോട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബോഹൈഡ്രേറ്റിനെയാണ് ഗ്ലൈക്കോ പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. കാർബോഹൈഡ്രേറ്റ് അറ്റാച്ച് വിത്ത് പ്രോട്ടീൻസ്, അത് എത്രത്തോളം വരും? 93% വരും. മൊത്തമുള്ള സെൽക്കോട്ടിനകത്തെ സെൽക്കോട്ട് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിൽ ഗ്ലൈക്കോ പ്രോട്ടീൻസ് എത്ര പെർസെൻറ്റേജ് വരും? 93%. ഗ്ലൈക്കോ ലിപ്പിഡ്സ്, അതിനെ നമുക്ക് മുറിച്ച് നോക്കുക. കാർബോഹൈഡ്രേറ്റ് പ്ലസ് ലിപ്പിഡിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബോഹൈഡ്രേറ്റ്.
അത് കുറവാണ്, 7% വരത്തുള്ളൂ. ഇനി നമ്മൾ ആ സെൽ കോട്ടിൻ്റെ ഫങ്ഷൻസ് നോക്കാം. എന്തുവരിക്കും? കോട്ടിൻ്റെ ഫങ്ഷൻ പ്രൊട്ടക്ഷൻ, ഇവിടെ അത് തന്നെയാണ്. സെല്ലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക മെക്കാനിക്കൽ ആൻഡ് കെമിക്കൽ ഡാമേജിൽ നിന്ന്. ഫിൽട്രേറ്റ് ചെയ്യുക, മെറ്റീരിയൽസിൻ്റെ പ്ലാസ്മ മെംബ്രെയിൻ വഴി പാസ് ചെയ്യുമ്പം അതിനെ ഫിൽട്ടർ ചെയ്യുക. സെൽ കോട്ട് അറൗണ്ട് വെർട്ടിബ്രേറ്റ് കാപ്പിലറീസ്, കിഡ്നിയുടെ ഗ്ലോമറുലസ് ഉണ്ടല്ലോ, നമ്മുടെ കിഡ്നിക്കകത്ത് നമ്മൾ ബ്ലഡ് അരിക്കുന്ന ഗ്ലോമറുലസ് എന്ന് പറയുന്ന കുഴലുകൾ അല്ലേ, അപ്പോൾ അതിൻ്റെ ചുറ്റും എന്തുകൊണ്ട്? സെൽ കോട്ടുണ്ട്. അപ്പോൾ അവിടെ ഫിൽട്രേഷൻ അല്ലേ നടക്കുന്നത്. അതാ ഒരു ഫങ്ഷൻ. പ്രൊവൈഡ്സ് മൈക്രോ എൻവിയോൺമെൻറ്റ്. മൈക്രോ എൻവിയോൺമെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ ഒരു സെൽ എടുത്തു കഴിഞ്ഞാൽ ഇതിന് എൻ്റെ പുറമേ ഉള്ള സെൽ കോട്ട് അല്ലെങ്കിൽ ഗ്ലൈക്കോ കാലിക്സ് ആയിരിക്കത്തില്ല അടുത്ത സെല്ലിൻ്റെ. അപ്പം ഇതിനൊരു മൈക്രോ എൻവിയോൺമെൻ്റ് ഉണ്ട്, അടുത്ത സെല്ലിന് വേറൊരു എൻവിയോൺമെൻ്റ് ഉണ്ട് കാർബോഹൈഡ്രേറ്റ് എൻ്റെ നിലയിൽ. അപ്പം അതുകൊണ്ട് പ്രൊവൈഡ്സ് എ മൈക്രോ എൻവിയോൺമെൻറ്റ് കൊടുക്കും. സെൽ റെക്കഗ്നിഷൻ, റിസപ്റ്റേഴ്സായിട്ടൊക്കെ ഫങ്ഷൻ ചെയ്യുന്നത് കൊണ്ട് ഇതിന് സെൽ റെക്കഗ്നിഷൻ, സെൽഫ് സെൽ, ഒരു ഓർഗാനിസത്തിൻ്റെ ബോഡിയിലെ സെൽ ഏതാണ്, പുറത്തുനിന്ന് കടന്നു വന്നിട്ടുള്ള സെല്ലുകൾ, അതായത് വല്ല ബാക്ടീരിയോ അങ്ങനെയൊക്കെ കയറി വരുമ്പോൾ ഫോറിൻ സെൽസ് അതിനെയൊക്കെ തിരിച്ചറിയാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഈ സെൽ കോട്ട് അല്ലെങ്കിൽ ഗ്ലൈക്കോ കാലിക്സ് ആണ്. അപ്പം നമ്മുടെ ബോഡിയിലെ മിക്ക ആൻറ്റിജൻസ്, നമ്മുടെ ഉദാഹരണത്തിൽ ബ്ലഡ് സെൽസ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എ ആൻറ്റിജൻ, ബി ആൻറ്റിജൻ ഒക്കെ ഉണ്ടല്ലോ. ഈ ആൻറ്റിജൻസ് എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ്സുകളാണ്. ചിലത് റിസപ്റ്റേഴ്സായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇനി മെംബ്രെയിൻ ഫങ്ഷൻസ് എന്താ? പ്ലാസ്മ മെംബ്രെയിൻ്റെ ഫങ്ഷൻ. അപ്പോൾ ഇത്രയായപ്പോൾ നമ്മൾ ഒരു പ്ലാസ്മ മെംബ്രെയിൻ എസ്സേ ചോദിച്ചാൽ എഴുതേണ്ട കാര്യങ്ങളെല്ലാം ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ പറയുക, ലിപ്പിഡിൻ്റെ ടൈപ്സ് പറയുക, പ്രോട്ടീൻ്റെ ടൈപ്സ് പറയുക, പിന്നെ കാർബോഹൈഡ്രേറ്റ്സ് സെൽ കോട്ടെങ്കിൽ ഗ്ലൈക്കോ കാലിക്സ് എന്നാണ് പറയുന്നത്. അതിൻ്റെ ടൈപ്സ് ഏതൊക്കെയാണ്? ഗ്ലൈക്കോ പ്രോട്ടീനും ഗ്ലൈക്കോ ലിപ്പിഡും. സെൽ കോട്ടിൻ്റെ ഫങ്ഷൻ വന്നു, പിന്നെ മെംബ്രെയിൻ്റെ ഫങ്ഷൻ. കമ്പാർട്ട്മെൻ്റലൈസേഷൻ, ഓരോ സെല്ലിനെയും ഓരോ ഇൻഡിവിജ്വൽ യൂണിറ്റ് ആക്കി വെച്ചിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് പ്ലാസ്മ മെംബ്രെയിൻ ആണ്. അതാണ് കമ്പാർട്ട്മെൻ്റലൈസേഷൻ. ഒരു സെലക്റ്റീവ്ലി പെർമിയബിൾ ബാരിയർ ആണ് ഏത്? പ്ലാസ്മ മെംബ്രെയിൻ. അപ്പം ഒരു സെല്ലിൽ അകത്തോട്ടും പുറത്തോട്ടും സബ്സ്റ്റൻസ് പോകുന്നതിനെ അതിനൊന്ന് റെഗുലേറ്റ് ചെയ്ത് വിടുന്ന ഒരു ബാരിയറാണ്. പിന്നെ അതേപോണക്ക് സ്കാഫോൾഡ് ഫോർ ബയോകെമിക്കൽ ആക്ടിവിറ്റീസ്. സ്കാഫോൾഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സപ്പോർട്ട് എന്ന് പറയുമ്പോൾ, ഉദാഹരണത്തിന് നമ്മുടെ മൈറ്റോകോൺട്രിയ തന്നെ എടുക്കാം. മൈറ്റോകോൺട്രിയയുടെ മെംബ്രെയിൻ എന്ന് പറയുന്നത് പ്ലാസ്മ മെംബ്രെയിൻ്റെ അതേ കോമ്പോസിഷൻ ആണല്ലോ. അപ്പം നമുക്കറിയാം മൈറ്റോകോൺട്രിയയുടെ മെംബ്രെയിനിൽ ഒരുപാട് പ്രോട്ടീൻസ്, ഈ പ്രോട്ടീൻസ് ഇതെല്ലാം ഓരോ എൻസൈംസ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പം ഇതിനെയെല്ലാം എന്താണെന്നറിയാമോ, ഇങ്ങനെ ഒരു അസംബ്ലിക്ക് നിരത്തി നിർത്തിയേക്കുന്ന പോണക്ക് ഇങ്ങനെ ഓർഡറിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് ആ ഒരു പർട്ടിക്കുലർ റിയാക്ഷൻ ഒരു ഓർഡേർഡ് വേയിൽ പോകാൻ ഒരു സപ്പോർട്ടായിട്ട് ഇരിക്കുന്നില്ലേ പ്ലാസ്മ മെംബ്രെയിൻ, ഒരു സ്കാഫോൾഡ്. അതാ പറഞ്ഞത്, ബയോകെമിക്കൽ ആക്ടിവിറ്റീസിന് ഒരു സ്കാഫോൾഡായിട്ട് നിലനിൽക്കുന്നുണ്ട് പ്ലാസ്മ മെംബ്രെയിൻ. ഇതേപോണക്ക് പല ഏരിയാസിലും സെല്ലിൻ്റെ ഉള്ളിൽ ഡിഫറെൻറ്റ് ബയോകെമിക്കൽ പാത്വേയിൽ എൻസൈംസിനെ ഒന്ന് ഓർഡറായിട്ട് ഒരു ലൈനിൽ അതിൻ്റെ റിയാക്ഷൻ സീക്വൻസിൻ്റെ ഓർഡറിൽ നിർത്താൻ ഒരു സ്കാഫോൾഡായിട്ട് പ്ലാസ്മ മെംബ്രെയിൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് പ്രൊവൈഡ് എക്സ്റ്റൻസീവ് ഫ്രെയിംവർക്ക് ഫോർ ഓർഡറിങ് ഇൻറ്റേർണൽ കോൺസ്റ്റിറ്റ്യുവൻസ്. പിന്നെ അടുത്ത ഫങ്ഷൻ ട്രാൻസ്പോർട്ട് ഓഫ് മെറ്റീരിയൽസ്, ഡിഫ്യൂഷൻ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഇതൊക്കെ മെറ്റീരിയൽസ് സെല്ലിൻ്റെ അകത്തോട്ടും പുറത്തോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യുന്ന പല പല മെത്തേഡുകളാണ്. ഡിഫ്യൂഷൻ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, ബൾക്ക് ട്രാൻസ്പോർട്ട്, ഇതൊക്കെ നമ്മൾ ഇനി പഠിക്കും കേട്ടോ. അപ്പം അങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് പ്ലാസ്മ മെംബ്രെയിൻ വഴിയാണ്. അപ്പം അതും ഒരു ഫങ്ഷനാണ്. പിന്നെ സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ. ഇപ്പം ഒരു സെല്ലിന് പിന്നെ വെളിയിൽ നിന്നൊരു സിഗ്നൽ വന്നു, ഏതെങ്കിലും ഒരു സിറ്റുവേഷന് റെസ്പോണ്ട് ചെയ്യുക. അപ്പം ഈ സിഗ്നൽ ട്രാൻസ്ഡക്ട് ചെയ്യുക സെല്ലിൻ്റെ ഉള്ളിലേക്ക്, അതിനെ റെസ്പോണ്ട് ചെയ്യണം. അപ്പം ആ റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടുന്ന റിസപ്റ്റേഴ്സൊക്കെ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് പ്ലാസ്മ മെംബ്രെയിനിലാണ്. അപ്പം അതിനും സിഗ്നൽ ട്രാൻസ്ഡക്ഷനും ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? പ്ലാസ്മ മെംബ്രെയിൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
ഇനി എനർജി ട്രാൻസ്ഡക്ഷൻ. എനർജി ട്രാൻസ്ഡക്ഷൻ, എനർജി പ്രൊഡക്ഷനൊക്കെ ക്ലോറോഫില്ലാണെങ്കിൽ പ്ലാന്റ്സിൽ, മൈറ്റോകോൺട്രിയ ആണെങ്കിൽ ആനിമൽ സെൽസിൽ. അപ്പം എനർജി പ്രൊഡക്ഷൻ അതിലും പിന്നെ ഒരു റോള് പ്ലാസ്മ മെംബ്രെയിനിന് ഉണ്ട്. ഇന്റർ സെല്ലുലാർ ഇൻറ്ററാക്ഷൻ, സെല്ലുകൾ തമ്മിൽ ഉള്ള ഇൻറ്ററാക്ഷൻസ്, അതിനും ഇമ്പോർട്ടൻ്റ് ആണ് പ്ലാസ്മ മെംബ്രെയിൻ. പ്ലാസ്മ മെംബ്രെയിൻ വഴിയാണ് രണ്ട് സെല്ലുകൾ തമ്മിൽ ഇൻറ്ററാക്ട് ചെയ്യുന്നത്. അത് ചിലപ്പം വേണമെങ്കിൽ സിഗ്നൽ ട്രാൻസ്ഡക്ഷൻ്റെ രൂപത്തിലാവാം, അല്ലെങ്കിൽ മറ്റു പല രീതിയിൽ. ഓക്കെ, അപ്പം ഇത്രയൊക്കെയാണ് മെംബ്രെയിൻ ഫങ്ഷൻസ്. അപ്പം ഇവിടെ വെച്ച് നമുക്ക് ഈ വീഡിയോ നിർത്താം. സോ ഐ ആം വൈൻഡിങ് അപ്പ് by this. Thank you. I'm an icon, man. I'm a girl about a 10. I should fuck her in a Benz.